പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന് വിജയക്കുതിപ്പ്. സുപ്രധാനം നിർണായകം. DRDOയെ പ്രതിരോധ മന്ത്രി അഭിനന്ദിച്ചു. ഭാരതം സൂപ്പർസോണിക് എലൈറ്റ് ക്ലബിൽ. ഭുവനേശ്വർ. ഒന്നിനു പിറകെ ഒന്നായി മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഭാരതം. ഏറ്റവും ഒടുവിലായി ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയം കണ്ടത്. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിലായിരുന്നു സുപ്രധാന പരീക്ഷണം. 1500 കിലോമീറ്റർ ദൂരപരിധിയുണ്ട് അതിന്. മണിക്കൂറിൽ 6200 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും. DRDOയും ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സുമായി ചേർന്ന് തദ്ദേശീയമായാണ് മിസൈൽ വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. പരീക്ഷണം വിജയകരമായതോടെ നൂതനവും സുപ്രധാനവുമായ സൈനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഭാരതവും അംഗമായതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തകർത്ത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്നവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാനാകും. ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ വേഗം താരതമ്യേന കുറവാണെങ്കിലും പേലോഡിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ മികവ് പുലർത്തുന്നു. അതിവേഗതയും കൃത്യമായി ലക്ഷ്യം ഭേദിക്കുന്നതും യുദ്ധമുഖത്ത് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആണവ പരമ്പരാഗത യുദ്ധങ്ങളിൽ ഒരുപോലെ ഇവയെ ഉപയോഗിക്കുവാൻ കഴിയും. മോദിക്ക് നൈജീരിയയുടെ പരമോന്നത ദേശീയ ബഹുമതി. അബുജ, നൈജീരിയ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമോന്നത ദേശീയ ബഹുമതി നൽകി ആദരിച്ച് നൈജീരിയ. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതിയാണ് പ്രധാനമന്ത്രിക്ക് നൈജീരിയ നൽകിയത്. ഈ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശ വിശിഷ്ട വ്യക്തിയായി നരേന്ദ്രമോദി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിൽ നിന്നാണ് പ്രധാനമന്ത്രി ബഹുമതി സ്വീകരിച്ചത്. 1969 എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന വിദേശ വിശിഷ്ട വ്യക്തിത്വമാണ് മോദി. പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന 17ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത്. നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതി വളരെ വിനയത്തോടെ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഈ ബഹുമതി ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും ഭാരതത്തിന്റെയും നൈജീരിയയുടെയും സൗഹൃദത്തിനും സമർപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്നലെ നൈജീരിയ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബ് ആചാരപരമായ സ്വീകരണവും ഒരുക്കിയിരുന്നു. ഇരുവരും ചർച്ചയും നടത്തി. ടിനുബുവുമായി നടത്തിയ ചർച്ച വളരെ ഫലപ്രദമായെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. തന്ത്രപരമായ പങ്കാളിത്തത്തിന് ആക്കം കൂട്ടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പ്രതിരോധം, ഊർജം, സാങ്കേതിക വിദ്യ, വ്യാപാരം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ബന്ധം കൂടുതൽ മെച്ചപ്പെടാൻ വലിയ സാധ്യതകളുണ്ടെന്നും മോദി കുറിച്ചു. നൈജീരിയയിലെ ഭാരത സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. 17 വർഷത്തിന് ശേഷമാണ് ഒരു ഭാരത പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. വിശ്വംഭര സ്മരണയിൽ പുരസ്കാര സമർപ്പണം. കൊച്ചി. മഹാഭാരത ദർശന ചിന്തകൾ നിറഞ്ഞ സദസ്സിൽ തപസ്യ കലാസാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണിന് പത്മശ്രീ സദനം ബാലകൃഷ്ണൻ സമ്മാനിച്ചു. വിശ്വംഭരൻ മാഷിന്റെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ അധ്യാപകൻ കൂടിയായ S. ഗുപ്തൻ നായരുടെ മകന് ശശിഭൂഷണിന് സമർപ്പിക്കുന്നത് കാവ്യനീതിയാണെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വാർത്തികം മുൻ പത്രാധിപർ പ്രൊഫസർ KP ശശിധരൻ പറഞ്ഞു. പെരുവഴിയെ നടക്കാതെ പുതുവഴി സൃഷ്ടിക്കുകയാണ് വിശ്വംഭരൻ മാഷും ശശിഭൂഷണും ചെയ്തത്. എല്ലാ നല്ല കാര്യങ്ങളെയും തെറ്റായി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് പുതിയ കാലത്തെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത്. സംസ്കാരവും രാഷ്ട്രീയവും തമ്മിലുള്ള അന്തരം നേർത്തില്ലാതാവുന്ന കാലത്ത് പുതുവഴിയെ സധൈര്യം നടക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സാംസ്കാരികവും ആത്മീയവുമായിരുന്നു വിശ്വംഭരൻ മാഷിന്റെ വ്യക്തിസത്തയെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ പറഞ്ഞു. സ്വാർത്ഥ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കില്ല. ഭാരതീയ നിലപാടുകൾ ഉണ്ടായിരുന്നപ്പോഴും ആശയ വലയത്തിനപ്പുറം വലിയ സൗഹൃദ് വലയം
കാത്തു സൂക്ഷിച്ചിരുന്നു. സഞ്ജയൻ പറഞ്ഞു. ചരിത്രത്തിന്റെ യാദൃച്ഛികതയാണ് ഈ പുരസ്കാരമെന്ന് MG ശശിഭൂഷൺ മറുപടിയിൽ പറഞ്ഞു. പ്രൊഫസർ തുറവൂർ വിശ്വംഭരന്റെ മകൾ വി. സുമ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം അധ്യാപിക ഡോക്ടർ ലക്ഷ്മി ശങ്കർ, തപസ്യ ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം K. സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ശാസ്ത്രോത്സവം. ശാസ്ത്ര പ്രതിഭകൾ വളയത്തുകാർ. നാദാപുരം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ A ഗ്രേഡും 1ാം സ്ഥാനവും നേടിയ 2 ശാസ്ത്ര പ്രതിഭകൾ വളയത്തുകാർ. കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് നാദാപുരം സബ് ജില്ലയിൽ നിന്ന് പങ്കെടുത്ത വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ടീമുകളാണ് ശാസ്ത്രമേള വർക്കിംഗ് മോഡലിൽ മികച്ച വിജയം നേടിയത്. ടീമുകൾക്ക് നേതൃത്വം നൽകിയ AS വാഗ്തയും നീരജ് എന്നീ 2 വിദ്യാർത്ഥികളും വളയം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളവരാണ്. ദ്രാവകമർദ്ദവും വെള്ളത്തിൽ അടങ്ങിയ ഉപ്പിന്റെ അളവും കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ് SSLC വിദ്യാർത്ഥികളായ നീരജും റെയ്ഹാനും ചേർന്ന് വികസിപ്പിച്ചെടുത്തത്. ഈ കണ്ടുപിടുത്തത്തിന് A ഗ്രേഡ് 1ാം സ്ഥാനം ലഭിച്ചു. വളയം മഞ്ചാന്തറയിലെ തറേമൽ രാജേഷിന്റെയും കുഞ്ഞോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രജിനയുടെയും മകനാണ് നീരജ്. തിരുവനന്തപുരം സ്വദേശികളായ സുൽഫിയുടെയും പാറക്കടവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരി റീജയുടെയും മകനാണ് റെയ്ഹാൻ. കാർഷിക ചിലവ് സീറോ കോസ്റ്റിലേക്ക് എത്തിക്കാൻ മലയോര കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന റാം പമ്പിന്റെ പ്രവർത്തന മാതൃക അവതരിപ്പിച്ച് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ A ഗ്രേഡോടെ ശ്രദ്ധേയ സാന്നിധ്യമായി. പ്രതിവാര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ. ഒട്ടാവ. ഭാരതത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി കാനഡയിൽ 24 മണിക്കൂർ പ്രതിവാര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാമിനായുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ ഇന്നലെ അറിയിച്ചു. പഠന സ്ഥാപനങ്ങൾ മാറ്റുന്നതിനു മുമ്പ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പുതിയ പഠന അനുമതിക്കായി അപേക്ഷിക്കുകയും അംഗീകാരം നേടുകയും വേണം. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡൻസ് ഡയറക്ട് സ്ട്രീം SDS, നൈജീരിയ സ്റ്റുഡൻസ് എക്സ്പ്രസ് NSC തുടങ്ങിയ പ്രോഗ്രാമുകൾ കാനഡ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. 6 വർഷത്തിനിടയിൽ SDS-ൽ നിന്ന് കാര്യമായ നേട്ടം കൈവരിച്ച ഭാരതീയ വിദ്യാർത്ഥികൾ ഇപ്പോൾ സാധാരണ അപേക്ഷാ പ്രക്രിയ പിന്തുടരേണ്ടതുണ്ട്. ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രയേൽ അന്തിമ യുദ്ധത്തിലേക്ക്. നെതന്യാഹുവിന്റെ വീടിനു നേരെ ആക്രമണം. ബെയ്റൂട്ട്. ലെബനനിലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രയേൽ പ്രതിരോധ സേന IDF അന്തിമ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ഹിസ്ബുള്ള ഭീകരർക്കെതിരെ 6 ആഴ്ച മുൻപ് ആരംഭിച്ച യുദ്ധമാണ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും 3 മൈൽ മാത്രം അകലെയുള്ള തെക്കൻ ലെബനനിലെ ചാമ ഗ്രാമത്തിലെ തന്ത്രപ്രധാനമായ കുന്ന് IDF പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 72 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഫ്ലാഷ് ബോംബ് ആക്രമണം നടന്നു. സിസറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 2 തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കടലിൽ നിന്നാണ് ആക്രമണമുണ്ടായതെന്നാണ് കരുതുന്നതെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ആക്രമണ സമയം നെതന്യാഹുവോ കുടുംബമോ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും അപലപിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഒക്ടോബറിലും നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ വിക്ഷേപിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് കൊല്ലപ്പെട്ടു. ബെയ്റൂട്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മധ്യ ബെയ്റൂട്ടിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസ് അൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ളയുടെ മീഡിയ ഓഫീസ് അഫീഫിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം ഹിസ്ബുള്ളയുടെ മീഡിയ റിലേഷൻസ് വിഭാഗം തലവനായിരുന്നു അഫീഫ്. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് ശേഷം
സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു ഇയാൾ. വാർത്താ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും അഫീഫായിരുന്നു. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 1.5 മാസമായി ഹിസ്ബുള്ളക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നയിക്കുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര ഉള്ളിൽ കടക്കുന്നത് ആദ്യമാണ്. യിൽ മലയാളി നഴ്സിന് പുരസ്കാരം. അബുദാബി. UAE-യിലെ എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് അവാർഡ് സ്വന്തമാക്കിയവരിൽ മലയാളിയും പത്തനംതിട്ട കൂടൽ സ്വദേശിയും മുസഫ LLH ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്പർവൈസറുമായ മായ ശശീന്ദ്രനാണ് അവാർഡ് നേടിയത്. ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഫോഴ്സ് വിഭാഗത്തിലാണ് മായ പുരസ്കാരം നേടിയത്. 75,000 ദിർഹം 17 ലക്ഷം രൂപ ആണ് മായയ്ക്ക് ലഭിച്ച അവാർഡ് തുക. നഴ്സിംഗ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഏക മലയാളിയാണ് മായ ശശീന്ദ്രൻ. ആരോഗ്യ സേവന രംഗത്തെ മികവാണ് മായയെ അവാർഡിന് അർഹയാക്കിയത്. പുരസ്കാര തുകയായ 17 ലക്ഷം രൂപയ്ക്ക് പുറമെ സ്വർണ്ണ നാണയവും ആരോഗ്യ ഇൻഷുറൻസും മൊബൈൽ ഫോണും ഡിസ്കൗണ്ട് കാർഡും മായയ്ക്ക് ലഭിച്ചു. നേരത്തെ ബുർജിൽ ഗ്രൂപ്പിന് കീഴിൽ ബെസ്റ്റ് നഴ്സ്, ബെസ്റ്റ് പെർഫോമർ, ജെം ഓഫ് ദി ക്വാർട്ടർ തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ മായയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് മലയാളി സമാജം ആദരിച്ച മികച്ച 10 നഴ്സുമാരിൽ മായയും ഉണ്ടായിരുന്നു. പത്തനംതിട്ട മായാവിലാസത്തിൽ ശശീന്ദ്രന്റെയും ലീലയുടെയും മകളാണ് മായ. ഭർത്താവ് കോട്ടയം സ്വദേശി അജി നൈനാൻ, മകൻ ആരോൺ 5ാം ക്ലാസ് വിദ്യാർത്ഥി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് സമാപിക്കും. ആലപ്പുഴ. 56ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് സമാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേള നഗരത്തിലെ 4 വേദികളിലാണ് നടക്കുന്നത്. സെന്റ് ജോസഫ് ഗേൾസ് HSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി KN ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. മന്ത്രി സജി ചെറിയാൻ ശാസ്ത്രമേള സമ്മാനദാനവും മന്ത്രി P പ്രസാദ് ഗണിതശാസ്ത്രമേള സമ്മാനദാനവും നിർവഹിക്കും. MLA-മാരായ PP ചിത്തരഞ്ജൻ സാമൂഹ്യശാസ്ത്രമേള സമ്മാനദാനവും H സലാം IT മേള സമ്മാനദാനവും നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പ്രവൃത്തി പരിചയമേള സമ്മാനവും നഗരസഭ അധ്യക്ഷ KK ജയമ്മ വൊക്കേഷണൽ എക്സ്പോ സമ്മാനവും വിതരണം ചെയ്യും. സുവനീർ പ്രകാശനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിക്കും. ശാസ്ത്ര അവലോകനവും വിജയികളെ പ്രഖ്യാപിക്കലും ശാസ്ത്രമേള ജനറൽ കൺവീനറും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറുമായ CA സന്തോഷ് നിർവഹിക്കും. കായികം. ബുംറ നയിക്കും. പെർത്ത് ടെസ്റ്റിൽ രോഹിത് ഇല്ല, ഗില്ലും. ന്യൂഡൽഹി. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഭാരത നായകൻ രോഹിത് ശർമ്മ കളിക്കില്ല. പകരം ഉപനായകൻ ജസ്പ്രീത് ബുംറ ആയിരിക്കും ഭാരതത്തെ നയിക്കുക. പെർത്തിൽ വെള്ളിയാഴ്ച മുതലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം തുടങ്ങുക. രോഹിത്തിനെ കൂടാതെ ശുഭ്മാൻ ഗില്ലും പരിക്ക് കാരണം ആദ്യ മത്സരത്തിനുണ്ടാകില്ല. രോഹിത് ശർമ്മയ്ക്കും ഭാര്യ കൃതികയ്ക്കും 2ാമത്തെ കുഞ്ഞ് ജനിച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ സന്ദർഭത്തിൽ കൂടുതൽ ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം കഴിയണമെന്ന നായകന്റെ ആവശ്യം പരിഗണിച്ചാണ് BCCI തീരുമാനം. ഡിസംബർ 6-നാണ് 5 മത്സര പരമ്പരയിലെ 2ാം ടെസ്റ്റ്. അഡ്ലൈഡിൽ രാത്രിയും പകലുമായി നടക്കുന്ന പിങ്ക് ടെസ്റ്റോടെ രോഹിത് ടീമിനൊപ്പം ഇറങ്ങുമെന്ന് BCCI ഇന്നലെ വൈകിട്ട് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രോഹിത്തിന്റെ അസാന്നിധ്യത്തിൽ ദേവദത്ത് പടിക്കലിനെ ടീമിൽ ഉൾപ്പെടുത്തി. ഭാരതത്തിന്റെ A ടീമിനു വേണ്ടി കളിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ദേവദത്തിനോട് അവിടെ തുടരാൻ BCCI ആവശ്യപ്പെട്ടു. ശനിയാഴ്ച തള്ളവിരലിന് പരിക്കേറ്റത് കാരണമാണ് ശുഭ്മാൻ ഗില്ലിനെ ആദ്യ മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയത്. ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള KL രാഹുലിനെ പ്ലേയിങ് 11-ലേക്ക് പരിഗണിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഗില്ല് കൂടി ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന്റെ A ടീമിൽ നിന്ന് മറ്റൊരു ബാറ്റർ ധ്രുവ് ജുറേലിനെയും 18 അംഗ ടീമിലെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ആയ പരമ്പരയിൽ ഭാരതം തിരിച്ചടി നേരിട്ടപ്പോൾ ജുറലിന്റെ ചെറുത്തുനിൽപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ടെസ്റ്റ് ബാറ്റിംഗ് ലൈനപ്പിൽ വിശ്വസ്തനെന്ന് ഇതോടെ വിലയിരുത്തലുകളും ഉണ്ടായി. ബ്രിസ്ബേൻ ഡിസംബർ 14 മുതൽ, മെൽബൺ 26, ബോക്സിംഗ് ഡേ ടെസ്റ്റ്. സിഡ്നി ജനുവരി 3 എന്നിവിടങ്ങളിലാണ് പരമ്പരയിലെ ബാക്കിയുള്ള ടെസ്റ്റുകൾ. നാട്ടിൽ ന്യൂസിലൻഡിനോട്
ഫിഫ റാങ്കിംഗ് സംവിധാനത്തിന് എതിരെ ഭാരത പരിശീലകൻ. ന്യൂഡൽഹി. ഫിഫ റാങ്കിംഗ് സംവിധാനത്തിനെതിരെ വിമർശനവുമായി ഭാരത ഫുട്ബോൾ പരിശീലകൻ മാനോലോ മാർക്കസ്. ഇന്ന് മലേഷ്യക്കെതിരെ ഭാരതത്തിന്റെ അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ നടക്കാനിരിക്കെയാണ് മാനോലോയുടെ തുറന്ന വിമർശനം. റാങ്കിംഗ് സംവിധാനം വലിയ കള്ളമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് കോച്ച് അഭിപ്രായപ്പെട്ടു. ആഫ്രിക്കയിലെ തീരെ മോശം ടീമുകൾ പോലും മറ്റു പല രാജ്യക്കാരെക്കാളും മികവ് പുലർത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഭാരതത്തിന്റെ 125-ാം റാങ്ക് ഉദാഹരണമായി അദ്ദേഹം വ്യക്തമാക്കി. സൈപ്രസ് വളരെ നല്ല ടീമാണ്, പക്ഷേ ഫിഫ റാങ്കിങ്ങിൽ ഭാരതത്തെക്കാൾ പിന്നിലായിരിക്കുന്നു. ഇന്ന് രാത്രി 7:30 ഹൈദരാബാദിലാണ് ഭാരതവും മലേഷ്യയും ഏറ്റുമുട്ടുക. ഭാരതത്തിന് പിന്നിൽ 133-ാം റാങ്കിലാണ് മലേഷ്യ. ജിംനാസ്റ്റിക്കിൽ കരുത്തു തെളിയിച്ച് എറണാകുളം. കൊച്ചി. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന 59ാമത് ഓൾ കേരള ജിംനാസ്റ്റിക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ റിഥമിക് ജിംനാസ്റ്റിക്സിൽ കരുത്തു തെളിയിച്ച് എറണാകുളം ജില്ല. ചാമ്പ്യൻഷിപ്പിൽ റിഥമിക്